നമ്മുടെ വിശ്വാസ വർധനവിന് വേണ്ടിയിട്ടാണ്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ദൈവമേ, ഒരു നാൾ എനിക്കും ഈ അൾത്താരയിൽ കയറി ഇതുപോലൊരു സാക്ഷ്യം പറയുവാൻ ഒരു അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ ഏതെങ്കിലും ഹൃദയങ്ങളെ സ്പർശിക്കും. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും സ്പർശിക്കണമെന്നില്ല. ദൈവമായ കർത്താവ് പറയുന്നു, എന്നിൽ നിന്ന് ശക്തി പൊട്ടിപ്പുറപ്പെട്ട് എല്ലാ രോഗികളെയാണ് സുഖപ്പെടുത്തുന്നത്. പലവിധ രോഗപീഠകളുമായി കടന്നവര് അവർ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു എന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ അടർത്തിയെടുക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യമായി സാക്ഷ്യം നൽകുന്നു റെക്സ് ഹാരിസൺ. എൻ്റെ വീട് പൂച്ചിനിപ്പാടത്ത്. എൻ്റെ മകൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. പ്രസവിച്ച് 45 ദിവസം കഴിഞ്ഞപ്പോൾ അവന് ശ്വാസം കിട്ടാതെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ CT സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊണ്ടയിൽ പഴുപ്പാണെന്ന്. ഈ കുട്ടിക്ക് യാതൊരു രക്ഷയുമില്ല, നിങ്ങൾ അമൃതയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞപേക്ഷിച്ച് 9 ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ നേർന്നു. ബോധം കെടുത്തി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബോധം തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞു ഞങ്ങളോട്. അന്ന് തന്നെ ആസ്പത്രിയിൽ വെച്ച് ഞങ്ങൾ മാമോദീസ കൊടുത്തു അവന്. പിറ്റേ ദിവസം ഡോക്ടർ ട്യൂബ് ഇട്ട് ഉള്ളിൽ നിന്ന് പഴുപ്പൊക്കെ പുറത്തേക്ക് എടുത്ത് 1 മാസം വെന്റിലേറ്ററിലും ICUയിലായിട്ട് അവൻ കിടന്നു. ദൈവം തന്ന മകനെ ഞങ്ങൾക്ക് ദൈവം തന്നെ രണ്ടാമതും തിരിച്ചു തന്നു. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. മരിച്ചു എന്ന് പറയുന്ന റെക്സ് ഹാരിസനാണ് നിൽക്കുന്നത്. ചിലപ്പോഴൊക്കെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന കർത്താവ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിടത്തും രക്ഷയില്ല. അവസാനം ആ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ കരച്ചിൽ, കണ്ണുനീർ തുള്ളികൾ ദൈവം കണ്ടു. കഴുത്തിലുണ്ടായിരുന്ന പഴുപ്പ് മാറുക മാത്രമല്ല, ജീവൻ തിരിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് ഈ അൾത്താരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അത് ദൈവത്തിന്റെ വലിയ കരുണയാണ്. ആ കരുണ കുഞ്ഞുങ്ങളോട് പ്രത്യേകമായി കാണിച്ചാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമുക്ക് നല്ല ദൈവത്തോട് നന്ദി പറയാം. കൈകളടിച്ച് ഈ കുടുംബത്തോട് ഒരുമിച്ച് നമുക്ക് സന്തോഷിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് അവിടുത്തോട് നന്ദി പറയാം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. നാമത്തില് രക്ഷകൻ നാമത്തില്. രക്ഷകൻ നാമത്തില്. സാക്ഷ്യം നൽകുന്നു ലിസി. എൻ്റെ പേര് ലിസി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. 7 വർഷമായി സ്ഥലം വിറ്റ് കടം തീർക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 21-ാം തീയതി പട്ടത്തച്ഛൻ്റെ അടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി വരികയും അച്ഛൻ്റെ അടുത്ത് സ്ഥലം വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിതാവേ, സ്ഥലം വിറ്റ് കടം തീർക്കാൻ ഈ മക്കൾക്ക് അനുഗ്രഹം നൽകണമേ, സാക്ഷിയാകാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ യേശു എന്നിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും വന്ന് നിറയണേ എന്ന് പ്രാർത്ഥന ഞങ്ങൾക്ക് തന്നു. അച്ഛൻ പറഞ്ഞു, ബിയ മരിയ സെൻറ്ററിൽ നിന്നും അല്പം മണ്ണെടുത്തുകൊണ്ടുപോയി വിൽക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ വിതറാൻ പറഞ്ഞു. അതുപ്രകാരം ഞങ്ങൾ അവിടെ ചെന്ന് ജെറുസലേമിലെ മരിയ വിയാനി സെൻറ്ററിൽ നിന്നും മണ്ണെടുത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ആ മണ്ണെടുത്തത്. ആ മണ്ണെടുത്ത് ഞങ്ങൾ ഇവിടെ ജെറുസലേം മാതാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന്, മാതാവേ, ഞങ്ങൾക്കൊരു സാക്ഷിയാകാനുള്ള കൃപ നൽകണേ എന്ന് ഉറച്ച് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഈ അൾത്താരയിൽ ഇതുപോലൊരു സാക്ഷി ഞങ്ങൾക്ക് പറയാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഈ മണ്ണ് കൊണ്ട് ഞങ്ങൾ പോയത്. മണ്ണ് കൊണ്ടുപോയി വിതറി 24-ാം തീയതി സ്ഥലം വിൽക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി. ഇത്രയും വലിയ അനുഗ്രഹം നൽകി ഈശോയ്ക്ക് ഞങ്ങൾ നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു അനുഭവ സാക്ഷി. ഇപ്പോ ലിസി പറഞ്ഞു കേട്ടില്ലേ, അച്ഛൻ ചിലപ്പോൾ പറയും മാതാവിന്റെ നിലവിളിക്കുന്ന എണ്ണയെടുക്കുക, ചിലപ്പോൾ മാതാവിന്റെ വഴിയിൽ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുവിടുക. അതൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ സത്പ്രവൃത്തിയാക്കിയ വിധമാണ് ഈ ചേച്ചി ഇപ്പൊ പറഞ്ഞത്. മണ്ണെടുത്തപ്പോൾ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചൊല്ലി മാതാവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, എനിക്കും ഒരു സാക്ഷിയായി തീരുമെന്ന ഹൃദയത്തിൽ. ഇതാണ് സത്പ്രവൃത്തി എന്ന് പറയുന്നത്.
കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ മണ്ണെടുത്ത് കൊണ്ടുവരുന്നത്. ഇപ്പൊ പലരോടും പറയാണ്, നിലവിളക്കിലെ ആദ്യകാലത്ത് ഒരു കുപ്പി കൊടുക്കാറുണ്ട്, ചിലപ്പോൾ അതിന് പണം വാങ്ങിക്കും. ഇപ്പം നമ്മൾ വാങ്ങിക്കാറില്ല. അത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ കർത്താവേ ഇത് ഒരു സൗഖ്യമായി തീരാൻ വേണ്ടിയിട്ട് നൽകിക്കൊണ്ട് സ്നേഹത്തോടെ ഞങ്ങൾ നൽകുകയാണ്. ചിലർക്ക് അതിനകത്ത് നേർച്ചയ്ക്കിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ജെറുസലേം ദൈവരാജ്യം, അത് ഒരെണ്ണത്തിന് നമുക്ക് 6 രൂപയാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതിനകത്ത് 3 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അല്പം നമുക്ക് ഒരെണ്ണത്തിന് നമ്മൾ വരുന്നതുകൊണ്ട് അതിൻ്റെ ഹാഫ് ചാർജ് വാങ്ങിക്കാം എന്നുള്ള ഒരു ധാരണ ഇവിടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ടാണ്. ഏതെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛന്മാരെ സഹായിച്ചോളാം. നമ്മളതിൻ്റെ ഹാഫ് ചാർജ് വാങ്ങിക്കുന്നുള്ളൂ, മുഴുവനായിട്ട് വാങ്ങിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മുൻകൂട്ടി അത് സൂചന പറയാത്ത ആർക്കെങ്കിലും വിഷമം വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതങ്ങനെയാണ്, നമ്മളത് അച്ഛന്മാർ പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം അതിനകത്ത് 3 എണ്ണമാണ് ഉള്ളത്. നമുക്കതിനകത്ത് സാധാരണ ഇത്രയും അതൊരു പ്രവൃത്തിയാണ്. അച്ഛൻ പറഞ്ഞു വാങ്ങിക്കാൻ, അതൊരു പ്രവൃത്തിയാണ്. ഇത് വാങ്ങിക്കുന്ന ആൾക്ക് അതിലൂടെ ദൈവരാജ്യം ഉണ്ടാകണമെന്നും അതിലൂടെ നന്മയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു കൊച്ചു കോൺട്രിബ്യൂഷൻ അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് സത്പ്രവൃത്തിയായിത്തീരുന്നത്. ഇപ്പൊ തന്നെ സഹോദരി പറഞ്ഞത് മണ്ണെടുക്കാൻ പറഞ്ഞു. വേണേ മണ്ണെടുത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇനി പണിയൊക്കെ അച്ഛൻ്റെ പണി അല്ല. ആ കൊണ്ടുപോകുന്ന ആളുടെ പ്രവൃത്തി കണ്ടില്ലേ? നന്മ നിറഞ്ഞ പ്രാർത്ഥനയില്ലേ, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, എന്നെ സാക്ഷിയാക്കി മാറ്റി. അത് സത്പ്രവൃത്തിയായി മാറിയപ്പോഴാണ് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ വസ്തുവിൽപ്പന നടക്കുകയും മാത്രവുമല്ല അവിടെ കടബാധ എന്ന് വിടുതൽ നൽകുകയും ചെയ്തു. കൈയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ദൈവത്തെ നന്ദി പറഞ്ഞു. സാക്ഷ്യം നൽകുന്നു ക്രിസ്. എന്റെ പേര് ഷീല. ഞാൻ കുറ്റൂരടവയിൽ നിന്ന് വരുന്നു. എവിടെന്നാ വരുന്നത്? കുറ്റൂര് അടവയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൺവെൻഷൻ നടത്തിയ സ്ഥലമാണ് കുറ്റൂര്. ഞാൻ എൻ്റെ മകന്റെ കുഞ്ഞിനെയാണ് സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ മകന് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞാൻ ജെറുസലേംനാഥൻ്റെ അടുത്ത് വന്ന് 9 മാസത്തെ വെള്ളിയാഴ്ചയും വന്ന് പ്രാർത്ഥിക്കാമെന്നും കുർബാനയിലും ആരാധനയിലും പങ്കുകൊണ്ട് ദൈവത്തിൻ്റെ ഉണ്ണീശയും മാതാവിനെയും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മാസത്തിൽ തന്നെ അവൾ പ്രഗ്നന്റ് ആകുകയും ഞങ്ങൾക്ക് ആൺകുഞ്ഞിനെ നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 5 വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ പ്രത്യേകമായ കരുണ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവം നൽകിയ സ്നേഹ സമ്മാനമാണ് ക്രിസ്മോൻ. നമുക്ക് കൈയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കരുണയുടെ മുമ്പിൽ നമുക്ക് ശിരസ്സ് നമിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിയടിച്ച് കഥാനുണ്ട്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. യേശുവിൻ നാമത്തില്. യേശുവിൻ നാമത്തില്. കുട്ടികളുടെ സന്തോഷമൊക്കെ കാണുന്നില്ലേ? കൈയിട്ട് അത് വളർച്ചയുടെ ലക്ഷണമാണ്. കൈയും കാലമൊക്കെ ഇട്ട് അടിച്ചവന് നല്ല സന്തോഷമായി. ആൾത്താരി വന്ന് അവൻ്റെ അമ്മാമ്മ പ്രാർത്ഥിച്ചു, അമ്മ പ്രാർത്ഥിച്ചതിന്റെ ഫലം കിട്ടിയതിന്റെ സന്തോഷമാണ് കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുന്നത്. സാക്ഷി നൽകുന്നു ഷിജി ജോൺസൺ. എൻ്റെ പേര് ഷിജി ജോൺസൺ. ഞാൻ കൊടകര ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 2 സാക്ഷ്യമാണ് ഇവിടെ പറയാനുള്ളത്. ഒന്നാമതായിട്ട് 55 വർഷം പഴക്കമുള്ള ഒരു പഴയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഒരു വീട് പണിയണമെന്ന ആഗ്രഹം ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് പലവിധ തടസ്സങ്ങൾ കൊണ്ട് അത് സാധിച്ചിരുന്നില്ല. ഇവിടെ വന്ന് എൻ്റെ ഭർത്താവ് 1.5 വർഷമായിട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയും ജെറുസലേമിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ സങ്കീർത്തനം 127 എല്ലാം ദൈവത്തിന്റെ ദാനം, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് എന്ന ഭാഗം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അന്ന് ചേട്ടൻ വീട്ടിൽ വന്ന് അന്ന് മുതൽ കുടുംബ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ ഈ സങ്കീർത്തന ഭാഗം 127 ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി. 1.5 വർഷത്തിനുള്ളിൽ ഈ പ്രാർത്ഥന ചൊല്ലി അതിനുള്ളിൽ ഞങ്ങൾക്ക് നല്ലൊരു ഭവനം പണിയാനായിട്ട് സാധിച്ചു. എല്ലാ പണികളും കഴിഞ്ഞ വീട് ഞങ്ങൾക്ക് ദൈവം നൽകി അനുഗ്രഹിച്ചു. അതിന് ജെറുസലേം നാഥന് 1000 നന്ദി. രണ്ടാമതായിട്ട് ഞങ്ങൾക്കൊരു സിമന്റ് ഇഷ്ടിക നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയിരുന്നു. തൊട്ടടുത്തൊരു വീട്ടുകാരുടെ പരാതി മൂലം ലൈസൻസ് പുതുക്കാനായിട്ട് പഞ്ചായത്തിലേക്ക് ചെന്നപ്പോൾ അവർ ലൈസൻസ് പുതുക്കി തരുന്നതിന് പകരം ഞങ്ങളുടെ കമ്പനി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ തന്നു. ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. എൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ ചേട്ടൻ്റെ തലയിൽ കയ്യിൽ വെച്ച്
അച്ഛൻ യേശുവെ എന്നിലും എൻ്റെ കുടുംബത്തിലും ഹൃദയത്തിലും ജീവിതത്തിലും വന്നിറയണമേ. ഈ പ്രാർത്ഥന കടലാസ് ചൊല്ലി ഞങ്ങളോട് ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ ചേട്ടൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഇതൊരു അത്ഭുത സാക്ഷ്യമായിട്ട് മാറുമെന്ന്. അന്ന് മുതൽ ഞങ്ങൾ വീട്ടിൽ വന്നു തുടങ്ങി. ഞങ്ങൾ എല്ലാ ദിവസവും യേശുവെ എന്നിലും എൻ്റെ കുടുംബത്തിലും ഹൃദയത്തിലും ജീവിതത്തിലും വന്ന് നിറയണമേ എന്ന പ്രാർത്ഥന സദാസമയവും ചൊല്ലി പ്രാർത്ഥിച്ചു തുടങ്ങി. 3 മാസം ആയപ്പോഴേക്കും കമ്പനിയുടെ എല്ലാ തടസ്സങ്ങളും മാറി. മുകളിലുള്ള എല്ലാ ഓഫീസർമാരും വന്ന് അന്വേഷിച്ചു. ഞങ്ങളെ സ്ഥാപനം നിയമപരമായിട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു തടസ്സങ്ങളുമില്ല എന്ന് മനസ്സിലാവുകയും പഞ്ചായത്തിനോട് ഞങ്ങൾക്ക് ലൈസൻസ് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകിയ ജെറുസലേം നാഥന് 1000 നന്ദി, 1000 സ്തുതി. കൈകളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 55 വർഷക്കാലമായി ഒരു പഴയ വീട്ടിൽ നിന്നും കർത്താവ് പണിത് കൊടുത്ത ഒരു ഭവനം, നാളുകളായി ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു കൊച്ചു തൊഴിൽ, അത് നിർത്തിയിട്ടും അത് നിർത്തേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അനുമതി നൽകുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുന്നു. കൈകളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു മരിയ. എൻ്റെ പേര് ജോളി. എൻ്റെ വീട് ഒല്ലൂര്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എനിക്ക് മക്കളുണ്ടായത് 11 കൊല്ലത്തിന് ശേഷം. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്നത്. 12ാം കൊല്ലത്തില് മോളും ഉണ്ടായി. അതില് 11 മരിയയ്ക്ക് ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഴിഞ്ഞ ഡിസംബർ തുടങ്ങി അവള് നടക്കൂല, ഇരിക്കൂല. ഈ കെടുപ്പ് മാത്രമാണ് ചെയ്തിരുന്നത്. രാത്രി ആയ തലോണ കുത്തിവെച്ച് മറിയുക, കിടക്കുക, ഇരിക്കുക, ഇതൊക്കെ ചെയ്യും. രാത്രി ഉറക്കില്ല. പകലായ സ്കൂളിൽ ചെന്ന ഉറക്കുക. അപ്പോൾ ടീച്ചർ എന്നോട് വിളിച്ച് ചോദിച്ചു, എന്താ മരിയയ്ക്ക് പറ്റിയ, രാത്രി ഉറക്കല്ലേ, എപ്പോഴും ക്ലാസ്സിൽ വന്ന ഉറക്കാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു രാത്രി ഉറക്കല്ലേ. എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ വയറുവേദന എന്നാണ് പറയുക. അപ്പോൾ വയറുവേദനയ്ക്ക് ഞങ്ങൾ ഡോക്ടറെ കാട്ടി സ്കാനൊക്കെ ചെയ്തു. ഗുളിക കൊടുത്തു ആദ്യം. അപ്പോൾ ഡോക്ടർ കുറവില്ല, എന്നിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. അതിൽ കുഴപ്പമൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. എന്നിട്ട് പിന്നെയും കുട്ടിക്ക് മാറ്റം കാണാനില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി രോഗമൊന്നും കാണാനില്ല, ഇനി ഇവിടെ എപ്പോഴെപ്പോഴും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഞാൻ ഒരു ലെറ്റർ തരാൻ സൈക്കോളജിസ്റ്റിനെ പോയി ഒന്ന് കാണിക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ലെറ്ററും കൊണ്ട് ഞങ്ങളിവിടെ പട്ടത്തച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അച്ഛാ ഞങ്ങൾ എന്തിട്ട് വേണ്ട. അന്ന് കൊണ്ടുവരുമ്പോൾ ഇവളെ തോളിലിട്ടിട്ടാണ് കൊണ്ടുവന്നത്. ഇവള് നടക്കോ ഇരിക്കോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പം അച്ഛൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ കുട്ടികളുടെ കൗൺസിലിംഗ് ഉണ്ട്, കുട്ടികളുടെ കൗൺസിലിങ്ങിന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ അച്ഛൻ എന്നിട്ട് പ്രാർത്ഥന തന്നു. യേശുവെ ഞങ്ങൾ രക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് 101 പ്രാവശ്യം ചാവറച്ചൻ്റെ സ്മൃതി മണ്ഡലത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 101 പ്രാവശ്യം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. വെളിച്ചെണ്ണ തന്നു. വെളിച്ചെണ്ണ കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ചു പോയി. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ചേച്ചി പറഞ്ഞു വചനം പറഞ്ഞ് കുട്ടികളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ ഏശയ്യ 11:2, പിന്നെ ഏശയ്യ 54:13 പറഞ്ഞ് ഞാൻ എന്നും കർത്താവിൻ്റെ ആത്മാവ് ഇവരുടെ മേൽ വരും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെയും ഉപദേശത്തിൻ്റെ ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, ഇവർ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്നും ഇവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം അവർക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നടക്കോ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യും. എന്ത് കൊടുത്താലും ഇപ്പം അവർ കഴിക്കാമെന്ന്. ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ കേക്ക് തിന്നെ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഇവൾ എന്ത് കഴിക്കാനും ഭയങ്കര മിടിക്കായി. ഇപ്പോൾ സ്കൂളിലേക്ക് പോകണു, ഓടിച്ചാടി നടക്കണു. കരഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാതെ തളർന്നു വന്നിരിക്കുന്ന മരിയയാണ് അമ്മയോട് ചേർന്ന് നിൽക്കുന്നത്. കുട്ടികൾക്ക് എന്താണ് രോഗമെന്നോ അവിടെ പ്രതിസന്ധി എന്താണെന്നോ ആരോടും പറയാൻ പറ്റാതെ വരുമ്പോൾ ദൈവത്തിന് കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. മാതാപിതാക്കന്മാർ ദൈവത്തോട് അടുക്കാൻ, അതിലൂടെ ദൈവത്തിന്റെ വലിയ ശക്തി പ്രകടമാക്കാൻ, അനേക മക്കളുടെ മുമ്പിൽ ദൈവത്തെ വെളിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ്. ചില അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ വൈദികർ പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതകരമായിരിക്കുന്ന സൗഖ്യം നടക്കുന്നത് ആ കുടുംബത്തിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ പക്കലേക്ക് ഉയരുമ്പോഴാണ്. നമ്മളെക്കാൾ വളരെ നന്നായിട്ട് അറിയുന്ന വിശുദ്ധനായ ചാവറ പിതാവ് കുടുംബങ്ങളുടെ രക്ഷകനാണെന്ന് എനിക്കറിയാം. കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അതുകൊണ്ടാണ് ചാവറ സ്മൃതി മണ്ഡപത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത്. ആ പിതാവ് യേശുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുഞ്ഞു മരിയ ഇന്ന്
സന്തോഷവതിയായി മിടുക്കിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ആകെ തളർച്ച, ആകെ ഒന്നിനും ഒരു ഉന്മേഷമില്ലാത്ത, ഇന്ന് അവൾക്ക് ഉന്മേഷവും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവിക ജീവന്റെ സമൃദ്ധി കരുണയോടെ കർത്താവ് നൽകിയിരിക്കുകയാണ്. കൈകളടിച്ച് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. പ്രിയപ്പെട്ടവരെ, ചേമ്പ് തണ്ട് പോലെ വേണേ അങ്ങനെ പറയാം, തളർന്നു വന്ന മരിയാണ് ഇപ്പോൾ തളർച്ചയൊക്കെ കൈ നല്ല എപ്പോഴും ഓടാനായിട്ട് റെഡിയായി നിൽക്കാണ്. യേശുവേ സ്തുതി എന്നൊന്ന് പറഞ്ഞ്. ഈ മരിയ അനുജത്തി നിനക്ക് നല്ല ഇഷ്ടമാണോ? തല്ലുകൂടാറില്ലേ? സമ്മാനമുള്ളതാണോ? കുറച്ച് തല്ലുകൂടുമ്പോ ഒക്കെ ഈ തളർച്ചയൊക്കെ മാറിക്കോളും. അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വരുമ്പോഴൊക്കെ, കുഞ്ഞുങ്ങളുടെ രോഗം എന്താണെന്ന് അറിയാതെ വരുമ്പോൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധന്മാരാണ്, അവരുടെ പേരിന്റെ വിശുദ്ധനോട് വിശുദ്ധോട് പ്രാർത്ഥിക്കുക. ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടും. കൈയടിച്ച് കത്തോടെ നന്ദി പറഞ്ഞാൽ നമുക്ക് കൈയടിച്ചോ. സാക്ഷി നൽകുന്നു ലൂസി. എൻ്റെ പേര് ലൂസി, എൻ്റെ വീട് മാങ്കുറ്റിപ്പാടാം. ഞാനിവിടെ മഹാത്ഭുതമായ ഒരു സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ കുടലിൽ ക്യാൻസർ ആയിരുന്നു. ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിനു മുൻപ്, ഇത് അറിയുന്നതിന് മുൻപ് എനിക്ക് എന്നും വയ്യ. അപ്പം ഞാൻ ഓരോരുത്തരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ അവരൊക്കെ എത്ര ഭക്തിയിലെ പ്രാർത്ഥിക്കണേ, എനിക്കിങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒന്നില്ലെങ്കിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം തരണേ, അല്ലെങ്കിൽ എൻ്റെ രോഗം എന്താന്ന് തെളിയിച്ചു തരണേ. അങ്ങനെ ഞാൻ 9 വെള്ളിയാഴ്ച വന്ന് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 9ാമത്തെ വെള്ളിയാഴ്ച ഇവിടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് 3-ാം ദിവസം തുടങ്ങി ബ്ലഡ് പോയി തുടങ്ങി. അങ്ങനെ വീട്ടിൽ ചെന്നിട്ടും ബ്ലഡ് പോയി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു മൂലക്കുരുവാകും. മോൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കണ്ട് മൂലക്കുരുവിന് ഓപ്പറേഷൻ ചെയ്യാമെന്ന് സ്വയം വിചാരിച്ച് സ്വയം രോഗത്തിന് ഞാൻ തന്നെ ചികിത്സ തീരുമാനിച്ചിരുന്നു. പക്ഷേ ദൈവം എനിക്ക് അതൊന്നുമല്ല, ക്യാൻസർ ആയിരുന്നു എൻ്റെ വയറ്റിൽ. ഡോക്ടറെ കണ്ടപ്പോൾ സർജൻ പറഞ്ഞു മൂലക്കുരുവല്ല, ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ കാണാൻ പറഞ്ഞു. ജൂബിലിൽ ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ കണ്ടു. എൻഡോസ്കോപ്പിങ് ചെയ്തു, കൊളനോസ്കോപ്പിങ് ചെയ്തു. ഇപ്പോൾ അതിൽ എനിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ചു. അങ്ങനെ അമലയിലേക്ക് എന്നെ അഡ്മിറ്റ് ചെന്നു. അമലയിൽ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വരുന്ന ആളാണ്, ഇവിടുത്തെ പ്രേക്ഷിതയും കൂടിയാണ്. പട്ടത്തച്ഛനെ പോയി ഒന്ന് കാണണം, നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കണം. എൻ്റെ ഗ്രൂപ്പിലെ പ്രേക്ഷിതനായ എൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡറായ ജോസ് ബ്രദറോടും പ്രാർത്ഥന സഹായം ഒന്ന് വിളിച്ച് ചോദിക്കണമെന്നും പറഞ്ഞ് നമ്പർ കൊടുത്തു. ആള് വന്ന് പട്ടത്തച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, ഈശോയെ അങ്ങയുടെ തിരക്തം കൊണ്ട് എന്നെ കഴുകി പൂർണ്ണമായി സൗഖ്യം വിശദീകരിച്ച് പൂർണ്ണമായി സൗഖ്യം തന്നെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അടിവയറ്റിൽ കൈവച്ച് ഞാനത് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ സമയത്ത് പെന്തിക്കോസ്റ്റിലുള്ളവർ വന്നു പറഞ്ഞു, മതം മാറ്, അപ്പോൾ നിങ്ങൾക്ക് രോഗമൊന്നും ഉണ്ടാവില്ല, ഓപ്പറേഷനൊന്നും വേണ്ട, മാതാവിൻ്റെ പ്രാർത്ഥന പുസ്തകങ്ങളും കൊന്തയൊക്കെ എടുത്ത് വലിച്ചു കാട്ടിക്കളയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, കൊന്ത ചൊല്ലിയിട്ട് നന്മ നിറഞ്ഞ ചൊല്ലിയിട്ടും പ്രാർത്ഥന പുസ്തകങ്ങളും എൻ്റെ വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് എന്ത് അസുഖം വന്നാലും അത് ഞാൻ സഹിക്കാൻ തീരുമാനിച്ചു. മരണം തന്നെയായാലും ഞാനത് സഹിക്കാൻ സ്വയം തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മരണത്തിന് പോകുമ്പോൾ എങ്ങനെ ഒരുങ്ങണം, അതേ രീതിയിൽ നമ്മൾ മുന്നും നമുക്ക് മരണമുണ്ട് എന്ന് അറിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുക. അതേപോലെ എന്നോട് തിരിച്ച് നീരസമുള്ളവരോടൊക്കെ ഞാൻ വിളിച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചു. അവരോട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. അങ്ങനെ പൂർണ്ണമായി ഞാൻ ഒരുങ്ങിക്കൊണ്ട് അൾത്താര പള്ളിയിൽ ഇവിടെ വന്ന് പോയി. ഇപ്പോൾ അൾത്താര അലങ്കരിച്ചു. ഇവിടെ വന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന 7 മണിയുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ അഡ്മിഷൻ്റെ അമലയിൽ ഓപ്പറേഷന് പോണേൻ്റെ തലേദിവസം വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു 4 പേർക്ക്
അത്ഭുതകരമായ രോഗശാന്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണോന്ന് അറിയണം. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛ അതിൽ ഞാനും പെട്ടിട്ടുണ്ടോ? അപ്പം അച്ഛൻ പറഞ്ഞു, ഡോക്ടറോട് വീണ്ടും സ്കാൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഹിന്ദു ആണ് ഡോക്ടർ, ആൾക്ക് ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിച്ചിട്ട് നമ്മൾ അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ആൾക്കത് ഇഷ്ടമായില്ലെങ്കിലോ, അപ്പം പ്രാർത്ഥിച്ചിട്ടാണ് വന്നതെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്ക് ഒരാഴ്ചയും കൂടിയും വീണ്ടും എൻ്റെ ഓപ്പറേഷൻ നീട്ടിയപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് സൗകര്യം കിട്ടി. ഞാൻ ഒരുപാട് നന്മെന്ന് പറയുമ്പോൾ ജലി അച്ഛൻ പറഞ്ഞത് പ്രാർത്ഥിച്ചു. പിന്നെ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, അതിനെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എനിക്ക് എന്തു വന്നാലും എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന വിശ്വാസത്താൽ ഞാൻ ഒരു കല്യാണത്തിന് ഒരുങ്ങുന്നത് പോലെ തന്നെ ഒരുങ്ങി, ആൾക്കാരെയൊക്കെ അലങ്കരിച്ച് ഒരുങ്ങി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ഡോക്ടറുടെ മുഖത്തൊക്കെ ചിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഞാൻ കൈ ഇങ്ങനെ ഉയർത്തി, കർത്താവേ ഇതൊരു സ്വർഗീയ ഭവനമായി ഈശോയും ഉണ്ണിയും മാതാവും ഔസേപ്പുണ്യാളനും സകല മാലാഖമാരും ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നുകൊണ്ട് പുറത്തു നിൽക്കുന്ന എൻ്റെ മക്കള്, ബന്ധുക്കള്, അവർക്ക് ഇതൊരു മഹാ അത്ഭുതമായി തോന്നണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരുന്നു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ എനിക്കറിയായിരുന്നില്ല എനിക്ക് മരസഞ്ചിയൊക്കെ പുറത്തിടണം, ഇത്തിരി സീരിയസ് ആയിരുന്നു എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ. അച്ഛൻ പറഞ്ഞിരുന്നു വീണ്ടും സ്കാൻ ചെയ്യാനായിട്ട്. ഓപ്പറേഷൻ്റെ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് അത് വളരെ നിസ്സാരമായി, ഓപ്പറേഷൻ്റെ സമയത്ത് നിസ്സാരമായി ഓപ്പറേഷനും കീമോയും റേഡിയേഷനും ഒന്നുമില്ലാതെ പൂർണ്ണമായ സൗഖ്യം കർത്താവ് എന്നെ തന്ന് അനുഗ്രഹിച്ച്. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം കടന്നു വരുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. ഈശോ സ്പർശിക്കുമ്പോൾ രോഗാണുക്കൾ നിർവീര്യമായി തീരുന്നു. ഈശോ കടന്നു വരുമ്പോൾ വലിയ വിടുതൽ നൽകി അഭിഷേകത്തോടെ സൗഖ്യം തരുന്ന ഒരു സാക്ഷ്യമാണ് ഇപ്പോൾ ലൂസി ഇവിടെ പറഞ്ഞത്. വലിയ വിശ്വാസം എവിടെ വളരുന്നുണ്ടോ അവിടെയാണ് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത്. കൈകളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്, ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. സാക്ഷി നൽകുന്നു അനിഹ. ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ മകളുടെ കുട്ടിക്കും മകൻ്റെ കുട്ടിക്കും 2 സാക്ഷിയാണ് പറയാൻ പോകുന്നത്. ഞാനിവിടെ ഏതാനും വെള്ളിയാഴ്ചകളിലൊക്കെ വരാറുണ്ട്. അന്നൊക്കെ പ്രാർത്ഥിക്കാറും ചെയ്യാറുണ്ട്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ മാതാവിനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് മാതാവിനോട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പട്ടത്തച്ഛൻ. അതേപോലെ തന്നെ 2013 സെപ്റ്റംബർ ആ പെരുന്നാളിൻ്റെ അന്ന് മാതാവിന് കിരീടം വെച്ച് മാതാവിനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തത് 80,000 നന്മ നിറഞ്ഞ മറിയുമേ. പിന്നെ കുറച്ച് ഒരു സാരിയും മിഠായും കുറച്ച് കാശൊക്കെ ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ എനിക്കൊരു ഗിഫ്റ്റ് തന്നെന്ന്. എനിക്ക് തരേണ്ട ഗിഫ്റ്റ്, എൻ്റെ മകൾക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, 9 വയസ്സായി, താഴെ ഒരെണ്ണം അബോഷനായി പോയി. ആ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. 2014 പെരുന്നാൾ വരുമ്പോഴേക്കും മകള് 7 മാസം ഗർഭിണിയായി. അന്ന് തന്നെ വന്ന് 1,20,000 നന്മ നിറഞ്ഞ മറിയം അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അമ്മോട് പ്രാർത്ഥിച്ചു. 2015 ജനുവരി 3 അമ്മ ഞങ്ങൾക്ക് നല്ല ഒരു മകളെ തന്ന് അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി സ്തുതി. മാതാവിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മാതാവ് ഒരു ഗിഫ്റ്റ് തിരിച്ചു തന്നതാണ്. നമ്മൾ എന്ത് നിയോഗപ്രകാരം അന്ന് ആയിരക്കണക്കിന് മക്കളാണ് മാതാവിന് ഗിഫ്റ്റുമായിട്ട്, നേർച്ചയുമായിട്ട്, കാഴ്ചയുമായിട്ട്, കിരീടധാരണമൊക്കെ ആയിട്ട് അതിൽ ഓരോരോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് ദൈവം നൽകിയ മാതാവിലൂടെ കിട്ടിയ ഗിഫ്റ്റ് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് കൈയടിച്ച ദൈവത്തെ മടക്കുന്നു. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്, ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിന്. ഉറങ്ങണമെങ്കിൽ ഇതുപോലെ ഉറങ്ങണം. ഇത്ര വലിയ സ്വരത്തിന്റെ മുമ്പിൽ ആ കുട്ടിക്ക് ഒരു ആലോക്യം കൂടാതെ പഠിച്ച പണി 18 ഞാൻ നോക്കിയില്ല. ഒന്നും കൂടി ഒന്ന് പരിശ്രമിച്ചു നോക്കാം. രണ്ടാമത്തെ സാക്ഷി ഞാൻ പറയണത് എൻ്റെ മകൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്.
അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് പേനയും എല്ലാം വെഞ്ചരിച്ച് കൊണ്ടുപോകുമ്പോൾ പട്ടത്തച്ചൊരു മിഠായി കൊടുത്തു. ആ മിഠായി പരീക്ഷയ്ക്ക് മുമ്പ് കഴിക്കുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് സൈക്കിളുമ്മ പോവായിരുന്നു. മിഠായി അവൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, അമ്മാമ്മേ മിഠായി പോയി, പട്ടത്തച്ഛൻ തന്ന മിഠായി പോയി, എനിക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും അപ്പസ്തോലന്മാരുടെ കൂടെ അതിൽ ഞാനുണ്ടായിരുന്നു. അവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പട്ടത്തച്ഛല്ല. വേഗം സിജോ ബ്രദർ ഒരു മിഠായി കൊടുത്തപ്പോൾ അവനത് പറ്റിയില്ല. ഞങ്ങൾ പോകുമ്പോഴേക്കും പട്ടത്തച്ഛൻ വന്നു. പട്ടത്തച്ഛൻ്റെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു, അച്ഛൻ മിഠായി പോയി, അവന് മിഠായി കിട്ടാണ്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നാ പറയണെന്ന് പറഞ്ഞു. അച്ഛൻ വേഗം ഒരു മിഠായി കൊടുത്ത് അനുഗ്രഹിച്ചു. ഫുൾ A+ എൻ്റെ മകന് ലഭിച്ചു. കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മിഠായി കഴിച്ചുകൊണ്ടല്ല, ആ മകന്റെ വിശ്വാസം നോക്കിയേ. ആ വിശ്വാസം നിങ്ങൾ നോക്കുക. ഇപ്പൊ ഒരു മിഠായി കൊടുത്തു അല്ലെങ്കിൽ നിലവിളക്കിൽ എണ്ണ ഉപയോഗിച്ചു എന്നുള്ളതല്ല അതിൽ പ്രധാനപ്പെട്ട കാര്യം. ആ മകന്റെ ശക്തമായ വിശ്വാസം, ഇത് കിട്ടിയാൽ എനിക്കൊരു ഫുൾ A+ കിട്ടുമെന്ന് അമ്മൂമ്മയോടും കുടുംബത്തോടും പറഞ്ഞ് അത് വിശ്വാസം പ്രഖ്യാപനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ മിടുക്കന് നല്ലൊരു മാർക്ക് കൂടി പാസ്സായത്. കുട്ടി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് അമ്മയുടെ കാര്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉറങ്ങണം മനുഷ്യര്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സ്വസ്ഥമായി കഴിക്കാൻ ചില ആൾ ഉറങ്ങാൻ വേണ്ടി മദ്യം കഴിക്കുന്നു, ലഹരി വസ്തു കഴിക്കുന്നു, ഉറക്ക ഗുളി കഴിക്കുന്നു. കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങണ കണ്ടോ? ഇതാണ് നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹം. ചില ആളുകൾക്ക് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഉറക്കം വരും. ആരും എഴുന്നേൽപ്പിക്കരുത്, അവർ കിടന്ന് ഉറങ്ങിക്കോട്ടെ. മരുന്ന് കഴിച്ചിട്ട് എത്രയോ ആളുകളാണ് ചിലപ്പോൾ വരുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈശോയോട് നമുക്ക് നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു ജോയ്. എൻ്റെ പേര് ജോയ്. ഞാൻ തിരൂരടവൊക്കെ എന്ന് പറഞ്ഞത്. എൻ്റെ മകൻ അയർലാൻഡിൽ MBA പഠിക്കാൻ പോയിരുന്നു. അവൻ പ്രാർത്ഥന സഹായം ചോദിച്ചു. ഞങ്ങളുടെ കയ്യിൽ ജെറുസലേമിൽ ധ്യാനിക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ താമസിച്ചുള്ള ധ്യാനം കൂടി ആഗസ്റ്റിൽ. അവൻ MBA പാസ്സായി. അവിടുത്തെ ക്രിസ്ത്യൻ റേഡിയോ ചാനലിൽ മാനേജറായി ജോലി ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു അപ്പച്ചൻ വന്ന് മകന് വേണ്ടി ധ്യാനത്തിൽ കൂടിയതാണ്. ചിലപ്പോൾ മക്കൾക്ക് ചിലപ്പോൾ വരാൻ സാധിക്കുകയില്ല. അപ്പച്ചൻ്റെ ഒരു ആഗ്രഹമാണ്. മാതാപിതാക്കൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് അവന് പാസ്സാവുക മാത്രമല്ല, അവിടെ നല്ല ഒരു സ്ഥലത്ത് ജോലിയും കൊടുത്ത് ഉപജീവന മാർഗത്തിന് വഴിത്താര കർത്താവ് തുറന്നു കൊടുത്തു. കൈകൾ ഉയർത്തിയടിച്ച് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് സാക്ഷ്യം നൽകുന്നു ജോസഫ്. എൻ്റെ പേര് ജോയ്സി. ഞാൻ പള്ളിക്കുന്നത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ചേട്ടന് 2 പെൺകുട്ടികളാണ്. എനിക്കുണ്ടായതും പിന്നെ ഒരു പെൺകുഞ്ഞാണ്. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് 5 വെള്ളിയാഴ്ച ജെറുസലേമിൽ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് നൽകണമെന്ന്. ഓഗസ്റ്റ് മാസത്തിലാണ് ഞാനിവിടെ വന്നത്. മാതാവിൻ്റെ പിറന്നാളാണ് സെപ്റ്റംബർ 8-ാം തീയതി. അപ്പം അച്ഛൻ ഇവിടെ പറഞ്ഞു, മാതാവിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും ബർത്ത്ഡേ ചോദിച്ചാൽ മാതാവ് നമുക്ക് തീർച്ചയായിട്ടും തരുന്നു. ഞാൻ അങ്ങനെ 5 വെള്ളിയാഴ്ചയോടെ വന്ന് യോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ലോകത്തിന്റെ 23 രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാതാവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇരിക്കുന്നത്. തറവാടിന് ഒരു ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അത് അല്ലേ, ഒന്നും കണ്ണെടുക്കുന്നില്ല. ജോസഫ് എന്ന വാക്കിന്റെ പേര് വളർത്തുന്നവൻ എന്നാണ്. അപ്പൊ ഈ കുടുംബത്തെ വളർത്താൻ വേണ്ടി ദൈവം ഒരു കുഞ്ഞിനെ നൽകി. മാതാവിന്റെ ആ പ്രാർത്ഥന കിട്ടിയതാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തില്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തില്. സാക്ഷ്യം നൽകുന്നു ജുവൽ റോസ്. എൻ്റെ പേര് മോളി. ഞാൻ എൻ്റെ മകളുടെ കുഞ്ഞിന് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകൾക്ക് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ പരിശോധനയിൽ മകന് മോർട്ടിലിറ്റി കുറവാണും മകൾക്ക് PCOS ഉണ്ടെന്നൊക്കെ അവർ കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇതിനൊന്നിനും ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും അവർ ചെയ്തിരുന്നില്ല. ഞാനിവിടെ നിയോഗം വെച്ച് 5 വെള്ളിയാഴ്ചകളിൽ നിയോഗം വെച്ച് വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി യാതൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്നു.
അവൾക്ക് ഇപ്പോൾ 8 മാസം പ്രായമായി. അവളാണ് ജുവൽ റോസ്. യേശുനാഥനെ, ജെറുസലേം നാഥനെ 1000 നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാസത്തിൽ 3-ാമത്തെ ഞായറാഴ്ച രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ വരുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇതിൽ സംബന്ധിക്കാൻ ആഗ്രഹമുള്ളവർ വിദേശത്തും സ്വദേശത്തൊക്കെ ഇരുന്ന് അതിൽ ഒരുവളാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ സങ്കടം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സങ്കടം കർത്താവ് മാറ്റിക്കൊടുക്കുകയാണ്. ഒരു ട്രീറ്റ്മെന്റും കൂടാതെ ജെറുസലേം വചനകൂടാരത്തിന് ഉയരുന്ന പ്രാർത്ഥനയുടെയും വിശ്വാസിയുടെ വിശ്വാസം ഫലമായിട്ട് ഇത് നല്ല ഒരു കുഞ്ഞു മകളെ കർത്താവ് നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. അവളുടെ പേര് ജുവൽ റോസ്. നമുക്ക് കൈയടിച്ച് ദൈവത്തിന്റെ കരുണയ്ക്ക് നന്ദി പറയാം. നമുക്ക് പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിനെ. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാം രക്ഷകൻ നാമത്തിനെ, രക്ഷകൻ നാമത്തിനെ, രക്ഷകൻ നാമത്തിനെ.